നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർ ആരെങ്കിലും ICUയിൽ ഒന്ന് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ എന്താ വരിക, അവരെങ്ങനെയെങ്കിലും ഒന്ന് കാണണം എന്നുള്ളതല്ലേ. ആസ് എ ഡോക്ടർ എനിക്കിത് മനസ്സിലാവും. പക്ഷെ സ്റ്റിൽ നമ്മൾ ബൈസ്റ്റാൻഡേഴ്സിന്റെ എൻട്രി ICUയിൽ റെസ്ട്രിക്ട് ചെയ്യുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ കൺട്രോൾ തന്നെയാണ്. കാരണം ICUയിൽ ഉണ്ടാകുന്ന പേഷ്യൻസിന് അവർക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും, അതായത് രോഗപ്രതിരോധ ശക്തി വളരെ കുറവായിരിക്കും. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്ന് കണ്ട് ഈവൻ അവർക്ക് ചെറിയൊരു ചുമയോ ജലദോഷം ഉണ്ടെങ്കിൽ പോലും അതുവരെ ഈ പേഷ്യൻസിന് കിട്ടിക്കഴിഞ്ഞാൽ അത് ലൈഫ് ത്രെറ്റനിങ് ആയേക്കാം. നേരെ തിരിച്ച് ICUയിലുള്ള പേഷ്യൻസും പലപ്പോഴും ന്യൂമോണിയ ഒക്കെ പോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാരായിരിക്കും. അവരിൽ നിന്ന് തിരിച്ചും ഈ വിസിറ്റേഴ്സിനും അസുഖം കിട്ടാം അല്ലെ. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് നമ്മൾ വെക്കുന്നത്. രണ്ടാമത്, ICUവിനകത്ത് ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും പേഷ്യൻസിന്റെ ലൈഫ് നിലനിർത്തുന്നത് തന്നെ ഇങ്ങനത്തെ എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടിയാണ്. ചിലപ്പോൾ വെന്റിലേറ്റർ ആവാം, ഡയാലിസിസ് മെഷീൻ ആവാം. ഈ മെഷീൻസ് ഒക്കെ കുറെ ട്യൂബുകളിലൂടെയാണ് പേഷ്യന്റെ ബോഡിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതെങ്ങാനും അബദ്ധവശാൽ കൈതട്ടി പോയാൽ പോലും ആ മെഷീൻസിന്റെ ഫംഗ്ഷനെ ബാധിക്കും, പേഷ്യന്റെ ലൈഫിനെ ബാധിക്കും. അത് മാത്രമല്ല, ICUയിൽ ക്രിട്ടിക്കലി ഇല്ലായിട്ട് അഡ്മിറ്റ് ആവുന്ന ഒരു പേഷ്യന്റിന് ഏറ്റവും അധികം ആവശ്യമുള്ളത് ഒരു കംപ്ലീറ്റ് റെസ്റ്റ് ആണ്. ഇത് മാത്രമല്ല, പേഷ്യൻസിന് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിൻസ് പോകുന്നുണ്ടാവും, പല ലൈഫ് സപ്പോർട്ടിങ് ഡിവൈസ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ ആളുകൾ വരും സംസാരിക്കുകയും ചെയ്യുന്നത് പേഷ്യന്റിന് ക്ഷീണമാണ് ഉണ്ടാക്കുക കൂടുതലും. ഇനി പേഷ്യന്റ് മാത്രമല്ല, ICUയിൽ ഉണ്ടാവുന്ന മറ്റ് പേഷ്യൻസിന് പോലും അതൊരു ഡിസ്റ്റർബൻസ് ആണ്. ICUവിന്റെ ഉള്ളിൽ നമ്മൾ പലപ്പോഴും എമർജൻസി ആയിട്ട് ഒരുപാട് പ്രൊസീജിയേഴ്സ് ചെയ്യാറുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ശ്വാസം മുട്ട് ബ്രീത്ത് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടി ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് നമ്മൾ എൻഡോട്രക്കൽ ഇൻഡ്യൂവേഷനോ അല്ലെങ്കിൽ ട്രക്കിയോസ്റ്റോമോ ചെയ്തിട്ടായിരിക്കും ശ്വാസം വലിക്കാൻ സഹായം കൊടുക്കാം. അപ്പൊ ഈ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് ആണ്. ഇതിന്റെ ഇടയിൽ പലപ്പോഴും ബൈസ്റ്റാൻഡേഴ്സ് വരുന്നോ സംസാരിക്കുന്നൊക്കെ ഈ ഒരു പ്രൊസീജിയേഴ്സിനെ തന്നെ അതിനെ സ്ലോ ആക്കി ലൈഫ് ത്രെറ്റനിങ് ആക്കി മാറ്റും പേഷ്യന്റിന്. അപ്പൊ ഇങ്ങനത്തെ പല റീസൺസ് കൊണ്ടാണ് നമ്മൾ ബൈസ്റ്റാൻഡേഴ്സിനെ ICUവിനുള്ള റെസ്ട്രിക്ട് ചെയ്യുന്നത്. അതല്ലാതെ പേഷ്യന്റിനെ കാണിക്കരുത് എന്നുള്ളൊരു ആഗ്രഹം ഒരിക്കലും ഒരു ഡോക്ടർക്കും ഉണ്ടാവില്ല.